പാതിവില തട്ടിപ്പ് കേസിൽ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണനെതിരെ കൂടുതൽ പരാതികൾ വരുന്നു. ഇന്നലെ എൻ രാധാകൃഷ്ണന്റെ സയൻസ് സൊസൈറ്റി ഓഫീസിന് മുന്നിൽ നിരവധി പേർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇതിൽ പലരും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട്. തിയോഫിൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. തിയോഫിൻ, പാതിവില തട്ടിപ്പ് കേസിൽ എൻ രാധാകൃഷ്ണനെതിരെ കൂടുതൽ പരാതികൾ രംഗത്ത് വരികയാണ്. ഈ പരാതിക്കാരെല്ലാം പ്രതിഷേധവുമായിട്ട് മുന്നോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ എൻ രാധാകൃഷ്ണനെതിരെ കൂടുതൽ പരാതികൾ വരുന്നത്. നിരവധി പേർ പ്രതിഷേധവുമായി ഇന്നലെ രംഗത്തെത്തിയിരുന്നു. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സയൻസ് സൊസൈറ്റിയുടെ ഓഫീസിന് മുന്നിൽ ഒട്ടനവധി പേർ ഇന്നലെ പ്രതിഷേധം നടത്തുകയും ചെയ്തു. നിരവധി പേർ പ്രതിഷേധവുമായി ഇന്നലെ രംഗത്തെത്തിയിരുന്നു. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സയൻസ് സൊസൈറ്റിയുടെ ഓഫീസിന് മുന്നിൽ ഒട്ടനവധി പേർ ഇന്നലെ പ്രതിഷേധം നടത്തുകയും ചെയ്തു. ഇതിൽ പലരും പിന്നീട് പല പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതി നൽകിയിട്ടുണ്ട്. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഏതാനും പേർ പരാതി നൽകി. ഇനിയും ഇന്നും നാളെയുമൊക്കെയായി കൂടുതൽ സ്റ്റേഷനുകളിൽ പരാതി വരാനുള്ള സാധ്യതകളുണ്ട്. നേരത്തെ തന്നെ എൻ രാധാകൃഷ്ണനെതിരെ നിരവധി പേർ പരാതി നൽകിയിരുന്നു. ആദ്യം രാധാകൃഷ്ണനെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ, അതായത് ഇതിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയാണ് എൻ രാധാകൃഷ്ണൻ. എൻ രാധാകൃഷ്ണന്റെ തന്നെ നേതൃത്വത്തിൽ രൂപീകരിച്ച നിരവധി സീഡ് സൊസൈറ്റികൾ മുഖേന ഒട്ടേറെ പേർക്ക് ഈ പാതിവില തട്ടിപ്പിന്റെ പേരിൽ തന്നെ, അതായത് പാതിവില നൽകിയാൽ അതിന് ഇരട്ടി വിലയുള്ള ലാപ്ടോപ്പുകൾ, സ്കൂട്ടറുകൾ തുടങ്ങിയ തയ്യൽ മെഷീൻ, അങ്ങനെ നിരവധി സാധനങ്ങൾ നൽകുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഇതിന്റെ മുഖ്യ സൂത്രധാരൻ അനന്തകൃഷ്ണനായിരുന്നു. പക്ഷേ അനന്തകൃഷ്ണന്റെ സഹായികളായി നിന്നത് ആനന്ദകുമാറും ഒപ്പം എൻ രാധാകൃഷ്ണനുമാണ്. എറണാകുളത്ത് അനന്തകൃഷ്ണന്റെ പ്രധാന സഹായി, അല്ലെങ്കിൽ എപ്പോഴും അനന്തകൃഷ്ണൻ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് എൻ രാധാകൃഷ്ണൻ. പക്ഷെ താൻ ഇതിൽ പങ്കാളിയല്ല, തന്റെ സൊസൈറ്റി ഉൾപ്പെടെ ഇതിനിരയായിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് എൻ രാധാകൃഷ്ണൻ ഇതിൽ നിന്ന് ഒഴിവായത്. ഈ പ്രതിഷേധങ്ങൾ ആദ്യം ഉയർന്നു വന്ന സമയത്ത്, ആദ്യത്തെ പരാതികൾ ഉണ്ടായ സമയത്ത് പരാതിയുമായി എത്തിയവരോട് എൻ രാധാകൃഷ്ണൻ പണം നൽകാം, അല്ലെങ്കിൽ കുറച്ചുനാൾ നിങ്ങൾ കാത്തിരിക്കണം, അങ്ങനെയെങ്കിൽ ആ സമയത്ത് ഈ CSR ഫണ്ടുകൾ, കമ്പനികളുടെ CSR ഫണ്ടുകൾ വരുന്ന മുറയ്ക്ക് സ്കൂട്ടറുകളും ലാപ്ടോപ്പുകളും ഒക്കെ നൽകാമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ കുറെ പേർ അന്ന് പണം വാങ്ങി പോവുകയും ചെയ്തിരുന്നു. ചിലർ ഒരു പക്ഷേ ഈ സാധനങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു. പിന്നീട് കുറെ പേർക്ക് ആദ്യ ദിവസം നൽകിയതിന് പിന്നാലെ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രതിഷേധവുമായി എത്തിയവർക്ക് പിന്നീട് പണം നൽകാമെന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ പണം നൽകാമെന്ന് പറഞ്ഞ് പണവും ലഭിച്ചില്ല. ഇവർ നൽകാമെന്ന് പറഞ്ഞ സ്കൂട്ടറോ ലാപ്ടോപ്പോ അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ലഭിച്ചില്ല. ഇതിനെ തുടർന്നാണ് ഇന്നലെ നിരവധി പേർ പ്രതിഷേധവുമായി ഈ സയൻസ് സൊസൈറ്റിയുടെ ഓഫീസിന് മുന്നിൽ എത്തിയത്. അതിന് പിന്നാലെയാണ് പരാതി. ഇനിയും കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.